അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അരീക്കോടുള്ള എന്താണ് ഇങ്ങോട്ട് പറയാ, നെല്ലിത്തടായി ഗൈസ്. നമ്മൾ നെല്ലിത്തടായിലാണ് ഗൈസ്. ഇവിടേക്ക് പോണ പോയി കുറച്ച് അധികം ടാസ്ക്കാണ് ഗൈസ്. ഹായ് ഗൈസ്, ആടൊക്കെ ഉണ്ട് ഇവിടെ. ആടും ആടുകളുടെ കുട്ടിയുമുണ്ട് ഗൈസ്. ഗൈസ് അല്ല അയ്യോ, നമുക്ക് പേടിയുണ്ടെങ്കിലും നമ്മൾ ഇല്ല, പേടിക്കേണ്ട കാര്യമില്ല. ആടുകൾ നമ്മളൊന്നും ചെയ്യില്ല ഗൈസ്. അടിപൊളി സ്പോട്ടാണ് ഗൈസ്. റൈഡിൻ്റെ ഷൂട്ട് എന്തൊക്കെ ഗൈസ്. ഇനി പശുവമ്പ ഫ്രണ്ട്സ്. അവിടെ എത്തിയിട്ട് ബാക്കി വ്ളോഗ് എടുക്കാം കേട്ടോ. ഇവിടുന്ന് കുറച്ച് അധികം നടക്കണ്ടേ. സോ നമ്മൾ അവിടെ നമ്മൾ ഫസ്റ്റ് ഇത് ഇരിക്കണം. നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് ട്യൂട്ടോറിയൽ, മേക്കപ്പ് ട്യൂട്ടോറിയൽ. നമ്മൾ കുറച്ചധികം ലിപ് ബ്ലഷൊക്കെ ഇടണം. കാരണം നമ്മൾ ഇപ്പോൾ ഫോട്ടോ എടുക്കാനാണ് പോകുന്നത്. കുറേ മുടി ഉണ്ടായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഹൗസ് പ്രതി കൊണ്ടിരിക്കുക രസമായി. നമുക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ക്യാമറ പൊത്തിപ്പിടിച്ചു. ഞാൻ പേജ് ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. നല്ല രസമുണ്ട്. അതാണ് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം നല്ല ചെക്കന്മാർക്ക്. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ ഇത്രയൊക്കെ മേക്കപ്പ് മതി. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ചു. നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. ഇത് ക്യാമറമാനാണ്, അൺപെയ്ഡ് ക്യാമറമാൻ. എല്ലാവരും വിളിക്കുക മാക്സിമം വിളിക്കുക. എന്തിനും അല്ല ഞാൻ ബാക്കി കാര്യം പറയട്ടെ, ബാക്കിയുള്ളവർക്കൊക്കെ ഓള് പെയ്ഡാണ്, എനിക്ക് മാത്രമാണ് അൺപെയ്ഡ് ലേഡി. അതെ, പിന്നെ ഫോൺ നിങ്ങളെടുത്തുണ്ടാവണം. കാരണം ഓളെടുത്തില്ല ഫോൺ. ഫോൺ ഏതാടി? ഇതിന്റെ ക്യാമറ മാത്രമേ കാണിച്ചു കൊടുക്കാൻ. ഫോൺ കാണിച്ചു കൊടുക്കാൻ. എന്താ ഫോണോടെ കാണാല്ലോ, എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. യെസ് ഗൈസ്, നമ്മളെ ഓളെ കയ്യിലുള്ള ക്യാമറ ഒക്കെ വാവ് ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ എടുക്കട്ടെ കേട്ടോ. കാരണം അവിടെയൊക്കെ മഴ വരുന്നു. അപ്പോൾ ഗൈസ് ബൈ ഫ്രണ്ട്. നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ബാഗിൻ്റെ വീഡിയോ കൂടി എടുക്കണ്ടേന്. അത് നമുക്ക് ഇന്ന് എടുക്കാൻ പോസിബിൾ ആണ് ഗൈസ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എത്ര മിനിറ്റ് മുമ്പ് ഇറങ്ങണം? അഫ്നോ 1.5 മണിക്കൂർ മുന്നേ. അല്ല, നമ്മൾ കുറേ മുന്നേ ഇറങ്ങണം. നമ്മളിങ്ങനെ വിചാരിക്കരുത് ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുമെന്ന്. നമ്മൾ കുറച്ച് കുറേ നേരത്തെ അങ്ങനെയാണ്. ഒരിതുണ്ട്, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം കഴിയുന്നു. പക്ഷെ ആ കാര്യത്തോണ്ട് അടുക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക. പക്ഷെ അത് എനിക്കറിയാം. ഞാൻ ഓളടുത്ത് പറയുന്നുണ്ട് 10 മണിയായപ്പോഴേ പോവാ. ഷൂൾ പറയാം നമുക്ക് 3 മണിയാകുമ്പോൾ പോയാൽ മതി. ശരിക്കും മതിന്. പക്ഷെ സമയം നമ്മൾ വിചാരിക്കണ പോലെ ഇല്ല പോവാ. അതെ, നമ്മൾ വിചാരിക്കാത്ത പോലെയാണ് പോവാ. കാരണം നമ്മൾ വന്നപ്പോഴേ അവിടെ ഫുള്ള് മയക്കാറൊക്കെ മൂടി. വീഡിയോ ഒന്നും രസമല്ല. വേറെ സെറ്റാക്കിയാണ് വീഡിയോ. അതാണ് പ്രശ്നം. അതാണ് ഒരു വലിയൊരു പ്രശ്നം. നമ്മൾ വീഡിയോ എടുത്ത് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ കപ്പിൾസ് ആയിട്ടൊക്കെ വരാം. പക്ഷെ നാട്ടുകാരെ പിടിച്ചടിക്കും. പ്രൈവസി ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു മരം ശരിക്കും മലയാളം പോലെ ഇതിന്റെ വർത്താനം ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു മരം പോലും ഇവിടെ ഇല്ല. ഇതൊക്കെ മരമില്ല. എന്താ കാടെന്താന്ന് അറിഞ്ഞു. അല്ല, ഇതിന്റെ പേര് മരം. നിങ്ങൾ ഇത് പറയും, ഇതിന്റെ പേര് മരം. കാട് പറഞ്ഞാൽ കൊറേ പുല്ലൊക്കെ ഉണ്ടാവും. അതാണ് കാട്, ഇത് മരം. എല്ലാത്തിനും ആ പറയും. അതെ ഗൈസ്, ആ ഉപ്പിലിട്ട് നല്ല എരുണ്ട് കേട്ടോ. ചുണ്ടാണ് കുളം. ഇവിടുത്തെ മിനി കുളമാണ്. അതെ ഗൈസ്, പോത്താളൊക്കെ കുളിക്കും. ഇതിലോ ഇത് കൂടെ പോകും. നടക്കണതാ പശു. ഇതില് പോത്താള് കുളിക്കുന്നതാണ്.
ഒരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് പിന്നെ ഓൾക്ക് എല്ലാവരും വേറെ സ്ഥലം കാണിച്ചു തരാം. നമ്മള് മിനി മുറിഞ്ഞമാട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. ഞങ്ങളുടെ നാട്ടിലുള്ള വേറൊരു സ്പോട്ടാണ്. ഇല്ല അതവിടെ എത്തി. ഇവിടെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വരും, വെറുതെ വന്നിരിക്കാം അല്ലേ? അത്രയല്ലേ ഉള്ളൂ ഇവിടെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ രസാട്ടോ. പക്ഷെ കുട്ടികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, താഴൊക്കെ വീണാൽ മരിച്ചു പോകും. ഇതിൽ ഏത് ബൈക്ക് കൂടെ പോകണം? ഇന്നത് കൈക്കൂടെ ഒന്നൂടെ. ഞങ്ങൾ അടിയിലെത്തിയിട്ട് വീഡിയോയിൽ വരാം കേട്ടോ. നമ്മൾ പുളിയാവലൊക്കെ കഴിഞ്ഞു ഗൈസ്. വണ്ടിന്റെ ചാവി ഇവിടെ ഒട്ടി വന്നിക്കണ ഷൂട്ടിന്റെ ഇടയിൽ. നമ്മളത് തപ്പി അഫ്ന വണ്ടിന്റെ ചാവി ആണല്ലേ ഇജു വടക്കും ഞാനും വടക്കും. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ എന്തേലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോരുള്ളൂ. ആ മലയിൽ എവിടെ നിന്നിനാവോ? ആരും മുറിഞ്ഞ മടിക്ക് അല്ല ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ചാവി കിട്ടി. പിന്നെ നമ്മളിവിടുത്തെ റോഡ് വളരെയധികം മോശമൊന്നുമല്ല. ഇങ്ങനത്തെ ചെറിയ ചെയ്യാൻ വേണ്ടിട്ടാണ് അവരിങ്ങനെ അങ്ങനത്തെ ഓരോന്ന് വെച്ചിക്കണത്. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ നേരെയുള്ള റോഡാകുമ്പോ നമ്മള് അഥവാ ഉറങ്ങിയൊക്കെ പോയാലോ, നമ്മളിങ്ങനെ ചാടുമ്പോ നമുക്ക് ഇങ്ങനെ വണ്ടിമലാണ് അങ്ങനെ ഓരോ എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു ഒടിവ് കൊടിച്ച് ഇങ്ങനെ വരുന്നു. അതെ, ഒരു അപ്ഡേഷൻ ചെയ്തതാണ്. ഓരോന്നായിരിക്കും വെക്കുക. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോ ഇവിടെ ഇങ്ങനെ കടകളൊന്നുമില്ല, ഇവിടെ ഫുൾ പ്രകൃതിയാണ്. ഇവിടെ വരുമ്പോ തന്നെ ഒരു കുളിരാണ്, ഒരു കുളി, മനസ്സിനൊരു ശാന്തിയാണ്, സമാധാനവും. വരും പക്ഷെ അതിനൊക്കെ നമ്മൾ തരണം ചെയ്തു. പിന്നെ റോഡ് പണിയാണ് ഗൈസ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കും. തട്ടരുത് ഗൈസ്, കാക്കപ്പെടും. ഇവിടെ റോഡ് പണിയാണ് ഗൈസ്. ബ്ലോക്ക് മാൻ എന്ത് ബ്ലോഗ് ഞാൻ ബ്ലോക്ക് ആദ്യം കേട്ടെ. ബ്ലോഗ് നമ്മളെ റോഡ് പോരുന്നില്ല ഇൻക്ലൂഡ് ആക്കിയില്ലേ? നമ്മളൊരു ഫാൻസ് ഞങ്ങളെ ഫസ്റ്റത്തെ വ്ളോഗാണ് ഗൈസ്. തിരിച്ചാണെങ്കിൽ ഇവിടെ ഫുള്ള് പൊടി മൂടിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ പൊടിയില്ല ഗൈസ്. ഇതാണ് നമ്മളെ പാലക്കാട് പറമ്പിലേക്ക് ഒരു മലയോ ഒരു കുന്നോ കേറാൻ തന്നെ നിങ്ങൾക്ക് കോട കാണാൻ പറ്റും. ഇതൊക്കെ ഇത് വരുന്നത് കോടൊക്കെ അപ്പൊ ഇത്ര എളുപ്പം നമ്മളെ വീടെത്തും. അപ്പൊ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ ബൈ. അപ്പൊ വീഡിയോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ നമ്മള് ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അപ്പൊ നമ്മള് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. ബൈ ഫ്രം